കോട്ടയം ജില്ലയിലെ ഓല ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ഉപഭോക്താക്കൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. എല്ലാ സർവീസ് സെന്ററുകളും ഉടൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക, സ്പെയർ പാർട്സ് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക, സർവീസ് സെന്ററുകളിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉടൻ റിപ്പയർ ചെയ്ത് കൈമാറുക, വാഹനങ്ങൾക്ക് കേടുവന്ന ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഉപഭോക്തൃ കേന്ദ്രമായി ഇലക്ട്രിക്കൽ വെഹിക്കിൾ പോളിസി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗാന്ധി സ്ക്വയറിൽ നിന്നും സ്കൂട്ടറുകൾ തള്ളിക്കൊണ്ട് മാർച്ച് നടത്തി. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓല കമ്പനിക്ക് ഉപഭോക്താക്കളുടെ സർവീസ് ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അത് ചെയ്യാൻ വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംശയമൊന്നുമില്ല. പക്ഷെ ആ ഇലക്ട്രിക് വെഹിക്കിള് നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന സംഘടന അല്ലെങ്കിൽ കമ്പനീസ് അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം. കാരണം ഇത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്പെയർ പാർട്സ് വേണ്ടേ, അത് നന്നാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന സർവീസ് സെന്റർ വേണ്ടേ, വ്യാജമായിട്ടുള്ള സർവീസ് സെന്ററുകളും വ്യാജമായിട്ടുള്ള എന്താ പറയുക സംവിധാനമായിട്ട് ഇവർക്ക് ഓടിച്ചു പോകാൻ സാധിക്കുമോ? ഇലക്ട്രിക് വെഹിക്കിളൊക്കെ നല്ലത് തന്നെ, പക്ഷേ അതിന്റെ ഒറിജിനാലിറ്റി, അതിന്റെ പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക ഉറപ്പ് ഈ ബയേഴ്സിന് കൊടുത്തേ തീരത്തുള്ളൂ. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നതായിരിക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുമതിയോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ഓല ബയേഴ്സ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് EV പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MP അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്, ഡോക്ടർ സെലിൻ ഫിലിപ്പ്, മിനി K ഫിലിപ്പ്, OBSC രക്ഷാധികാരി ഫാദർ ജോൺസ് എബ്രഹാം, നിതിൻ എന്നിവർ പ്രസംഗിച്ചു. OBSC സെക്രട്ടറി അഡ്വക്കേറ്റ് അഭിലാഷ് ചെമ്പകശ്ശേരി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അരവിന്ദ് V നന്ദിയും അറിയിച്ചു. മാർച്ചിന് ശേഷം കളക്ടർക്കും RTOയ്ക്കും നിവേദനം നൽകി. മാർച്ചിന് ടിജിൻ മാത്യു, റീബ തോമസ്, ജോളിച്ചൻ കോട്ടയ്ക്കൽ, അജി വർഗീസ്, അനീഷ് MV, രതീഷ് KR, വിപിൻ വൈക്കം, V ഉല്ലാസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.